എല്ലാവർക്കും സ്വാഗതം. നമ്മൾ LDC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 50 ക്വസ്റ്റ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി ആരംഭിച്ചത് ആര്? ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി ആരംഭിച്ചത് ആര്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി ആരംഭിച്ചത്. രണ്ടാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന അമേരിക്ക. അമേരിക്കയുടേതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന. മൂന്നാമത്തെ ചോദ്യം, ഭരണഘടന നിർമ്മാണ സഭയിൽ തിരുവിതാംകൂർ പ്രതിനിധികളുടെ എണ്ണം. ഭരണഘടന നിർമ്മാണ സഭയിൽ തിരുവിതാംകൂർ പ്രതിനിധികളുടെ എണ്ണം 6 പേര്. 6 പേരായിരുന്നു ഉണ്ടായിരുന്നത്. നാലാമത്തെ ചോദ്യം, 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ. സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത. സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത. അഞ്ചാമത്തെ ചോദ്യം, റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങിയ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏതു രാജ്യത്തു നിന്നാണ്? റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങിയ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏതു രാജ്യത്തു നിന്നാണ്? ഫ്രാൻസ്. ഫ്രാൻസിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. ആറാമത്തെ ചോദ്യം, സർക്കാർ ജോലികളിൽ അവസര സമത്വം നൽകുന്ന അനുച്ഛേദം. സർക്കാർ ജോലികളിൽ അവസര സമത്വം നൽകുന്ന അനുച്ഛേദം. അനുച്ഛേദം 16. 16ാം അനുച്ഛേദമാണ് സർക്കാർ ജോലികളിൽ അവസര സമത്വം നൽകുന്നത്. ഏഴാമത്തെ ചോദ്യം, ഭരണഘടന നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആര്? ഭരണഘടന നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി. JB കൃപലാനിയാണ് ഭരണഘടന നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത്. എട്ടാമത്തെ ചോദ്യം, ഭരണഘടന നിർമ്മാണ സഭയ്ക്ക് കാരണമായ കമ്മീഷൻ. ഭരണഘടന നിർമ്മാണ സഭയ്ക്ക് കാരണമായ കമ്മീഷൻ ക്യാബിനറ്റ് മിഷൻ. 1946 ക്യാബിനറ്റ് മിഷൻ രൂപകൽപ്പന ചെയ്തത്. ഒൻപതാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സ്പീക്കർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സ്പീക്കർ GV മാവ്ലങ്കർ. GV മാവ്ലങ്കർ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സ്പീക്കർ. പത്താമത്തെ ചോദ്യം, ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആര്? ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആര്? CN റാവു. CN റാവു ആണ് ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത്. 11ാമത്തെ ചോദ്യം, പുന്നപ്ര വയലാർ പ്രമേയമായ തകഴിയുടെ നോവൽ. പുന്നപ്ര വയലാർ പ്രമേയമായ തകഴിയുടെ നോവൽ തലയോട്. 12ാമത്തെ ചോദ്യം, ചോക്ലേറ്റിലെ ആസിഡ്. ചോക്ലേറ്റിലെ ആസിഡ് ഓക്സാലിക് ആസിഡ് ആണ് ചോക്ലേറ്റിലെ ആസിഡ്. 13ാമത്തെ ചോദ്യം, ഇന്ത്യൻ കപ്പൽ വ്യവസായത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ കപ്പൽ വ്യവസായത്തിൻ്റെ പിതാവ് VO ചിദംബരം പിള്ള. VO ചിദംബരം പിള്ളയാണ് ഇന്ത്യൻ കപ്പൽ വ്യവസായത്തിൻ്റെ പിതാവ്. 14ാമത്തെ ചോദ്യം, ഫിസീഷ്യൻസ് ഹാൻഡ് ബുക്ക് എന്നറിയപ്പെടുന്ന പുസ്തകം. ഫിസീഷ്യൻസ് ഹാൻഡ് ബുക്ക് എന്നറിയപ്പെടുന്ന പുസ്തകം ചരക സംഹിത. 15ാമത്തെ ചോദ്യം, പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നത് ആര്? പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നത് ആര്? ഫിർദൗസി. ഫിർദൗസിയാണ് പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നത്. 16ാമത്തെ ചോദ്യം, ബുദ്ധചരിത്രം എന്ന കൃതി രചിച്ചത് ആര്? ബുദ്ധചരിത്രം എന്ന കൃതി രചിച്ചത് അശ്വഘോഷ്. അശ്വഘോഷാണ് ബുദ്ധചരിത്രം എന്ന കൃതി രചിച്ചത്. 17ാമത്തെ ചോദ്യം, പായലിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. പായലിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ബ്രയോളജി. 18ാമത്തെ ചോദ്യം, ഇന്ത്യൻ അച്ചടിയുടെ പിതാവ്. ഇന്ത്യൻ അച്ചടിയുടെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ഇന്ത്യൻ അച്ചടിയുടെ പിതാവ്. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. നമ്മുടെ കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗ നയം പ്രഖ്യാപിച്ചത്. 20ാമത്തെ ചോദ്യം, മൗറീഷ്യസിൻ്റെ ദേശീയ പക്ഷി. മൗറീഷ്യസിലെ ദേശീയ പക്ഷി ഡോഡോ.
21ാമത്തെ ചോദ്യം, ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. 22ാമത്തെ ചോദ്യം, ജനസാന്ദ്രത ഏറ്റവും കൂടിയ കേരളത്തിലെ രണ്ടാമത്തെ ജില്ല ഏത്? ജനസാന്ദ്രത ഏറ്റവും കൂടിയ കേരളത്തിലെ രണ്ടാമത്തെ ജില്ല ഏത്? ആലപ്പുഴ. 23ാമത്തെ ചോദ്യം, ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്ന പദ്ധതിയാണ് കാസിനി മിഷൻ? ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്ന പദ്ധതിയാണ് കാസിനി മിഷൻ? ശനി. അപ്പോൾ ശനിയെക്കുറിച്ച് പഠിക്കുന്ന പദ്ധതിയാണ് കാസിനി മിഷൻ. 24ാമത്തെ ചോദ്യം, തീർത്ഥങ്കരന്മാർ എന്ന വാക്ക് ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തീർത്ഥങ്കരന്മാർ എന്ന വാക്ക് ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൈനമതം. ഓക്കെ, ജൈനമതം. 25ാമത്തെ ചോദ്യം, രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്ക്? രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ആദ്യമായി ലഭിച്ചത് വിശ്വനാഥൻ ആനന്ദ്. ഓക്കെ, വിശ്വനാഥൻ ആനന്ദ്. 26ാമത്തെ ചോദ്യം, ഏർക്കാട് ഏത് സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രമാണ്? ഏർക്കാട് ഏത് സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രമാണ്? തമിഴ്നാട്. ഓക്കെ, തമിഴ്നാട്ടിലെയാണ് ഏർക്കാട് വിനോദസഞ്ചാര കേന്ദ്രം. 27ാമത്തെ ചോദ്യം, കരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. കരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ്. ഓക്കെ, എവറസ്റ്റ് ആണ് കരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. 28ാമത്തെ ചോദ്യം, ലോക അത്ലറ്റിക് മീറ്റിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത. ലോക അത്ലറ്റിക് 26ാമത്തെ ചോദ്യം, ഏർക്കാട് ഏത് സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രമാണ്? ഏർക്കാട് ഏത് സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രമാണ്? തമിഴ്നാട്. തമിഴ്നാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഏർക്കാട്. 27ാമത്തെ ചോദ്യം, കരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. കരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ്. ഓക്കെ, എവറസ്റ്റ് ആണ് കരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. 28ാമത്തെ ചോദ്യം, ലോക അത്ലാന്റിക് മീറ്റിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത. ലോക അത്ലാന്റിക് മീറ്റിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അഞ്ജു ബോബി ജോർജ്. അഞ്ജു ബോബി ജോർജ് ആണ് ലോക അത്ലാന്റിക് മീറ്റിൽ മെഡൽ നേടിയ വനിത. 29ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം ബാംഗ്ലൂർ. ഓക്കെ, ബാംഗ്ലൂരാണ് ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം. 30ാമത്തെ ക്വസ്റ്റ്യൻ, ഗോവാലിയ ടാങ്ക് ഇപ്പോൾ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഗോവാലിയ ടാങ്ക് ഇപ്പോൾ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഓഗസ്റ്റ് ക്രാന്തി മൈതാനം. ഓഗസ്റ്റ് ക്രാന്തി മൈതാനം. 31ാമത്തെ ക്വസ്റ്റ്യൻ, ശിവകുമാർ ശർമ്മയുമായി ബന്ധപ്പെട്ട സംഗീത ഉപകരണം. ശിവകുമാർ ശർമ്മയുമായി ബന്ധപ്പെട്ട സംഗീത ഉപകരണം സന്തൂർ. 37ാമത്തെ ചോദ്യം, സർവമത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത്. സർവമത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ജസ്റ്റിസ് ശിവദാസ അയ്യർ. ജസ്റ്റിസ് ശിവദാസ അയ്യർ ആണ് സർവമത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത്. 33ാമത്തെ ചോദ്യം, ആദ്യ ഒളിമ്പിക്സ് ഗെയിം നടന്നത്. ആദ്യ ഒളിമ്പിക്സ് ഗെയിം നടന്നത് BC 776. ഓക്കെ, BC 776. 34ാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ മത്സരവേദി. ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ മത്സരവേദി മോണ്ടിവീഡിയോ. ഓക്കെ, മോണ്ടിവീഡിയോ. 35ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നപ്പോഴുണ്ടായിരുന്ന 51 രാജ്യങ്ങളിൽ ഏറ്റവും ഒടുവിൽ ചാർട്ടറിൽ ഒപ്പുവെച്ച രാജ്യം. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന 51 രാജ്യങ്ങളിൽ ഏറ്റവും ഒടുവിൽ ചാർട്ടറിൽ ഒപ്പുവെച്ച രാജ്യമാണ് പോളണ്ട്. ഓക്കെ, പോളണ്ട്. 36ാമത്തെ ചോദ്യം, ഋഗ്വേദത്തിലെ തവള ശ്ലോകം വൈദിക കാലഘട്ടത്തിലെ എന്തിനെക്കുറിച്ചുള്ള വിവരം നൽകുന്നു? ഋഗ്വേദത്തിലെ തവള ശ്ലോകം വൈദിക കാലഘട്ടത്തിലെ എന്തിനെക്കുറിച്ചുള്ള വിവരം നൽകുന്നു? വിദ്യാഭ്യാസം. 37ാമത്തെ ചോദ്യം, താഷ്കന്റ് കരാറിന് മാധ്യസ്ഥം വഹിച്ച സോവിയറ്റ് പ്രീമിയർ ആര്? താഷ്കന്റ് കരാറിന് മാധ്യസ്ഥം വഹിച്ച സോവിയറ്റ് പ്രീമിയർ ആര്? കോസിഗിൻ. 38ാമത്തെ ചോദ്യം, സിന്ധു നദിയുടെ തീരത്തെ ഏറ്റവും വലിയ നഗരം. സിന്ധു നദിയുടെ തീരത്തെ ഏറ്റവും വലിയ നഗരമാണ് കറാച്ചി.
39ാമത്തെ ചോദ്യം, ഗുജറാത്തിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഗുജറാത്തിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മൊതേര. ഓക്കെ, മൊതേര. 40ാമത്തെ ചോദ്യം, കിതാബുൽ ഹിന്ദ് രചിച്ചത് ആര്? കിതാബുൽ ഹിന്ദ് രചിച്ചത് അൽബറൂണി. 41ാമത്തെ ചോദ്യം, ക്രിക്കറ്റിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക. ക്രിക്കറ്റിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക വിസ്ഡൻ. ഓക്കെ, വിസ്ഡൻ ആണ് ക്രിക്കറ്റിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക. 42ാമത്തെ ചോദ്യം, ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ പിതാവ്. ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ പിതാവ് കാരൽ മാർക്സ്. ഓക്കെ, കാരൽ മാർക്സ് ആണ് ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ പിതാവ്. 43ാമത്തെ ചോദ്യം, കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ്റെ ആസ്ഥാനം. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ്റെ ആസ്ഥാനം അങ്കമാലി. 44ാമത്തെ ചോദ്യം, കുറ്റിക്കാടുകളുടെ നാട് എന്ന പേരിന് അർത്ഥമുള്ള സംസ്ഥാനം. കുറ്റിക്കാടുകളുടെ നാട് എന്ന് അർത്ഥമുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ്. 45ാമത്തെ ചോദ്യം, മലിനീകരണ നിയന്ത്രണ ബോർഡുകൾക്ക് രൂപം നൽകാൻ കാരണമായ കേന്ദ്രീയ നിയമം. മലിനീകരണ നിയന്ത്രണ ബോർഡുകൾക്ക് രൂപം നൽകാൻ കാരണമായ കേന്ദ്ര നിയമമാണ് 1974 ജലമലിനീകരണ നിയന്ത്രണ നിയമം. 1974 ജലമലിനീകരണ നിയന്ത്രണ നിയമം. 46ാമത്തെ ചോദ്യം, ചട്ടമ്പിസ്വാമികൾ ജനിച്ച സ്ഥലം. ചട്ടമ്പിസ്വാമികൾ ജനിച്ച സ്ഥലം കണ്ണമ്മൂല. ചട്ടമ്പിസ്വാമികൾ ജനിച്ച സ്ഥലം കണ്ണമ്മൂല. 47ാമത്തെ ചോദ്യം, സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ മഹാത്മാഗാന്ധി. 48ാമത്തെ ചോദ്യം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകണമെന്ന് ആവശ്യമുന്നയിച്ച് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും പ്രവേശനം നൽകണമെന്ന ആവശ്യമുന്നയിച്ച് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1. 1931 നവംബർ 1. 49ാമത്തെ ചോദ്യം, ഏത് നദിയിലെ ജലസേചന പദ്ധതിയാണ് സർദാർ സരോവർ? ഏത് നദിയിലെ ജലസേചന പദ്ധതിയാണ് സർദാർ സരോവർ? നർമ്മദ. ഓക്കെ, നർമ്മദയിലാണ് സർദാർ സരോവർ. 50ാമത്തെ ചോദ്യം, ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഓക്കെ, ഗുജറാത്തിലാണ് ഗിർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. താങ്ക് യു.